Hey, what's going on, my dear friends? Today, we're gonna practice another conversation. ഒരു സിമ്പിളായിട്ടുള്ള കോൺവെർസേഷനാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു പഠിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുകയാണ്, രണ്ട് അയൽപക്കംകാർ തമ്മിൽ സംസാരിക്കുകയാണ് അല്ലേ? അടുത്തുള്ള നെയ്ബർ തമ്മിൽ. അപ്പോൾ നെയ്ബേഴ്സ് തമ്മിൽ സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുക വെച്ചാൽ ഒരാൾ ഷോപ്പിലേക്ക് പോവുകയാണ്, ആ സമയത്ത് മറ്റേ ആൾ ചോദിക്കുകയാണ്. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സിനാറിയോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, പറഞ്ഞു നോക്കാം ഓരോന്നായിട്ട്. ഓരോ ചെറിയ സെൻറ്റൻസും മനസ്സിലാക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളം പറയുന്ന അതേ വാക്കുകളല്ല ഇംഗ്ലീഷിലുണ്ടാവുക. ഇംഗ്ലീഷിൽ പറയുന്ന അതേ വാക്കുകൾ നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. നമ്മൾ ആശയമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി വ്യക്തമാവും ഞാനത് പറയുമ്പോൾ കേട്ടോ. നമുക്ക് കോൺവെർസേഷനിലൂടെ പറഞ്ഞു പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ്? ക്യാരക്ടർ എ ചോദിക്കുകയാണ്, ഹായ് ഗോയിങ് ടു ദ സ്റ്റോർ. ഹായ് ഗോയിങ് ടു ദ സ്റ്റോർ. എന്താ ചോദിക്കുന്നത്? സ്റ്റോറിലേക്ക് പോവുകയാണോ? അപ്പോൾ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഷോപ്പ് എന്ന് പറയില്ലേ, അതിന് പകരമാണ് സ്റ്റോർ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഗ്രോസറി സ്റ്റോർ, അതായത് ഗ്രോസറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വീട്ടിലേക്ക് ഉള്ള വീട്ടു സാധനങ്ങളിലെ അരി, പഞ്ചസാര, ചായപ്പൊടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇതിനൊക്കെ ഗ്രോസറീസ് എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണമെന്നല്ല, മെഡിക്കൽ സ്റ്റോർ ആകാം, അതല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഇതിനും സ്റ്റോർ എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഹായ് ഗോയിങ് ടു ദ സ്റ്റോർ. ഗോയിങ് ടു ദ സ്റ്റോർ, നിങ്ങൾ സ്റ്റോറിലേക്ക് പോവുകയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ ഷോപ്പിലേക്ക് പോവുകയാണെന്നുള്ള അത്ര അർത്ഥമുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തോന്നും, ഇതെന്താ ഇങ്ങനെ പറഞ്ഞേ, ആർ യു ഗോയിങ് എന്നൊന്നും വേണ്ട, ഇങ്ങനെയും വേണ്ട. നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുക, സിമ്പിളായിട്ട് പറഞ്ഞ് നമുക്ക് സംസാരിക്കാൻ പറ്റും. അല്ലാതെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമില്ല. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾ ഷോപ്പിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമോ? നമ്മൾ നിങ്ങൾ ഷോപ്പിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കില്ല. നമ്മളെന്താ പറയുക? ഷോപ്പിലേക്ക് പോവാ, ഷോപ്പിലേക്ക് പോവാ, ഇങ്ങനെയല്ലേ ചോദിക്കുക. അല്ലെങ്കിൽ എങ്ങോട്ടാ, ഷോപ്പിലേക്കാ, ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കുക. അത് തന്നെയാണ്. അങ്ങനെ ആകുമ്പോഴൊരു റിയൽ ലൈഫ് സംഭാഷണ രീതി ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഷോപ്പിലേക്ക് പോവുകയാണോ, ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനകത്തൊരു ആർട്ടിഫിഷ്യൽ ഉണ്ട്. അങ്ങനെ നമ്മൾ സംസാരിക്കില്ലല്ലോ. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. അതെല്ലാ ഭാഷയ്ക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. ഹായ് ഗോയിങ് ടു ദ സ്റ്റോർ. ഹായ് എന്ന് പറഞ്ഞാൽ ഹലോ ഹായ്, അതന്നെ. ഗോയിങ് ടു ദ സ്റ്റോർ, നമ്മൾ ആ പറയുന്ന രീതി കൊണ്ടത് ചോദ്യമാക്കി മാറ്റുകയാണ്. ഷോപ്പിലേക്ക് പോവുക, ഗോയിങ് ടു ദ സ്റ്റോർ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, ഹായ് ഗോയിങ് ടു ദ സ്റ്റോർ. ഗോയിങ് ടു ദ സ്റ്റോർ, ഗോയിങ് ടു ദ സ്റ്റോർ എന്ന് വേണ്ട, ഒരുമിച്ച് സെൻറ്റൻസ് ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഗോയിങ് ടു ദ സ്റ്റോർ പറഞ്ഞു നോക്കിയേ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് മറുപടി പറയുന്നത് നോക്കിക്കോട്ടോ. യെസ് നീഡ് സം വെജിറ്റബിൾസ്. യെസ്, അതെ, യെസ് നീഡ് സം വെജിറ്റബിൾസ്. കുറച്ച് വെജിറ്റബിൾ ആവശ്യമുണ്ട്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമാണ് അല്ലേ? സം വെജിറ്റബിൾസ്, കുറച്ച് വെജിറ്റബിൾസ്. സം എന്ന് പറഞ്ഞാൽ അല്പം അല്ലേ? അപ്പോൾ നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്, സം കുറച്ച് വെജിറ്റബിൾസ്, നീഡ് സം വെജിറ്റബിൾസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. യെസ് നീഡ് സം മിൽക്ക്, കുറച്ച് മിൽക്ക് ആവശ്യമുണ്ട് അല്ലേ? നീഡ് സം ഗ്രോസറീസ്, എനിക്ക് കുറച്ച് ഗ്രോസറീസ് ആവശ്യമുണ്ട്. നീഡ് സം ഷുഗർ, എനിക്ക് കുറച്ച് ഷുഗർ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോറിലേക്ക് പോവുകയാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, യെസ് നീഡ് സം വെജിറ്റബിൾസ്. ഉറക്കെ പറഞ്ഞു നോക്കുക, നീഡ് സം വെജിറ്റബിൾസ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അതിന് മറുപടി പറയുന്നത് നോക്കിയോ. കെൻ യു ഗെറ്റ് സം മിൽക്ക്. കെൻ യു ഗെറ്റ് സം മിൽക്ക്. എന്താ സംഭവം? കെൻ യു ഗെറ്റ് സം മിൽക്ക്. ക്യാൻ യു ഗെറ്റ്. കെൻ യു ഗെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുമോ? സം മിൽക്ക്, കുറച്ച് മിൽക്ക് കൊണ്ടുവരാമോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക, സമ്മ് അല്പം, ഇങ്ങനെ പഠിക്കരുത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, മലയാളത്തിൽ പറയുന്ന അതേ വാക്കുകളായിട്ട് തന്നെയല്ല ഇംഗ്ലീഷിൽ പറയാം. ഇംഗ്ലീഷിൽ പറയുന്ന അതേ വാക്കുകളെടുത്ത് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. അപ്പോൾ അർത്ഥം തന്നെ മൊത്തം മാറിപ്പോവും. ആശയത്തെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരാളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് കുറച്ച് മിൽക്ക് കിട്ടുമോ, കുറച്ച് മിൽക്ക് കിട്ടുമോ എന്ന് ചോദിക്കില്ലേ? അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര കിട്ടുമോ എന്നൊക്കെ ചോദിക്കില്ലേ? അല്ലെങ്കിൽ കൊണ്ടുവരുമോ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയും? കെൻ യു ഗെറ്റ് സം മിൽക്ക്.
Can you get some sugar? Can you get some vegetables? ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ക്ലിയർ ആണോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. Can you get some? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ചേർക്കാം. ഇതെങ്ങനെയായാലും ഇവിടെ വരുന്ന ഓരോ സെൻറ്റൻസിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഹായ് ഗോയിങ് ടു ദ സ്റ്റോർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണോ? ഹായ് ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണോ? ഹായ് ഗോയിങ് ടു ദ ബസ് സ്റ്റാൻഡ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ക്ലിയർ? അപ്പോൾ കെൻ യു ഗെറ്റ് സം മിൽക്ക്, കുറച്ച് മിൽക്ക് കിട്ടുമോ അല്ലെങ്കിൽ കൊണ്ടുവരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെന്താ മറുപടി പറയുന്നത് നോക്കണ്ടേ? ഷ്യൂർ. എനിത്തിങ് എൽസ് യു നീഡ്? ഷ്യൂർ. പിന്നെന്താ? തീർച്ചയായിട്ടും. പിന്നെ കൊണ്ടുവരാമല്ലോ. വേറെ എന്തെങ്കിലും വേണോ? എനിത്തിങ് എൽസ്, മറ്റെന്തെങ്കിലും. യു നീഡ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? എനിത്തിങ് എൽസ് യു നീഡ്. എനിത്തിങ് എന്ന് പറയില്ല, പറയുമ്പോൾ നത്തിങ് അല്ല, എനിത്തിങ്. അത് വളരെ സോഫ്റ്റായിട്ട് പറയാം. ഷ്യൂർ. എനിത്തിങ് എൽസ് യു നീഡ്. ഓക്കെ, പല രീതിയിൽ ഇത് പറയാം. ഞാനൊരു രീതിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ പറയും? ഷ്യൂർ, തീർച്ചയായിട്ടും. എനിത്തിങ് എൽസ് യു നീഡ്, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ എനിത്തിങ് എൽസ് യു നീഡ്. സെൻറ്റൻസുകൾ മുറിക്കരുത്. ഒരുമിച്ചായിട്ട് പറയുമ്പോൾ സെൻറ്റൻസ് അങ്ങനെ തന്നെ പറയാം. അല്ലാതെ എനിത്തിങ് എൽസ് യു നീഡ് അങ്ങനെ പറയരുത്. എനിത്തിങ് എൽസ് യു നീഡ്. അപ്പോൾ മറുപടി പറയാണ് Maybe some bread too. Maybe some bread too. ഇവിടെ എന്താ? Maybe some bread too. ഒരു കുറച്ച് ബ്രെഡും കൂടെ ആയാൽ നന്നായിരുന്നു എന്നുള്ള അർത്ഥത്തില്ലേ? നമ്മൾ പറയില്ലേ കുറച്ച് ബ്രെഡും കൂടെ വാങ്ങായിരുന്നു, കുറച്ച് ബ്രെഡ് വാങ്ങിയാൽ നല്ല എന്നൊക്കെ പറയില്ലേ? ആ ഒരു ശൈലി, ആ ഒരു സംഭവമാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. Maybe some bread too. Bread. Okay. Maybe some milk too. Maybe some സ്വീറ്റ്സ് ടു, കുറച്ച് സ്വീറ്റ്സും കൂടി. മേ ബി സം ഫ്രൂട്ട്സ് ടു, കുറച്ച് ഫ്രൂട്ട്സും കൂടി ആയാൽ നന്ന്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കിട്ടിയ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയും? മേ ബി സം. അത്രയും നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ചോദിക്കാം. മേ ബി സം ബ്രെഡ് ടു. ബ്രെഡും കൂടെ. അവിടെ TO അല്ല, TOO. അതും കൂടെ, ആ ബ്രെഡ് കൂടെ, അതാണ് ആ ടു എന്ന് പറയുന്നത്. മേ ബി സം ബ്രെഡ് ടു. കുറച്ച് ഫ്രൂട്ട്സും കൂടെ കിട്ടിയാൽ നന്നായിരുന്നു, അതും കൂടെ കൊണ്ടുവരാമോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ പറയും? മേ ബി സം ഫ്രൂട്ട്സ് ടു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു മറുപടി പറയാണ്, ഗോട്ട് ഇറ്റ്, I'll be back soon. ഗോട്ട് ഇറ്റ്. ഗോട്ട് ഇറ്റ് എന്ന് പറയരുത്. ഗോട്ട് ഇറ്റ് എന്നല്ല, എനിക്കത് മനസ്സിലായി. ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടി, അല്ലെ നിങ്ങൾ പറഞ്ഞ ഐഡിയ എനിക്ക് കിട്ടി, നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി എന്നുള്ള അർത്ഥത്തിലാണ് ഗോട്ട് ഇറ്റ്. ഗോട്ട് ഇറ്റ് എന്ന് പറയില്ല, പറയുമ്പോൾ ഗോഡില്ലേ ദൈവം, ആ ഒരു ഉച്ചാരണമാണ് ഏകദേശം വരിക. ഗോട്ട് ഇറ്റ്. ഗോട്ട് ഇറ്റ്. I'll be back soon. I will be back. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. I will be back soon. ഞാൻ പെട്ടെന്ന് വരാം. എന്നാൽ നമ്മൾ പറയില്ല ഓക്കെ എന്നാൽ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ മനസ്സിലായി, ഞാൻ എന്നാൽ പെട്ടെന്ന് വരാം കേട്ടോ. ഇതാണ് സംഭവം. ഈ ഒരു ഐഡിയ പറയുന്നത് എങ്ങനെയാണ്? ഗോട്ട് ഇറ്റ്, I'll be back soon. I will be എന്നുള്ളതിന് I'll be എന്ന് പറയാം. I'll be ഇല്ലേ, ഒരാളുടെ പേര് നിങ്ങൾ ഓർത്ത് നോക്ക്. I will be എന്നുള്ളതിനെ ഷോർട്ടായിട്ട് I'll be back soon. Got it. I'll be back soon. ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കിയേ. Got it. I'll be back soon. ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണോ? എന്ന് പറയും, വേഗം പറയാം. ഹായ് ഗോയിങ് ടു ദി റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെ ഓരോ സെൻറ്റൻസും നമ്മുടേതായ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, വീണ്ടും പറഞ്ഞു നോക്കണം. അങ്ങനെയാകുമ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. എന്ത് കാര്യമാണേലും ഇതേപോലെ പറയാം. നമ്മൾ ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഉറക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ഉറക്കെ പറഞ്ഞ് തന്നെ പഠിക്കണം കേട്ടോ. അല്ലാതെ ജസ്റ്റ് ചില സുഹൃത്തുക്കൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കേട്ടു, സൂപ്പർ, മനസ്സിലിങ്ങനെ പറയും, അടിപൊളി, എനിക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കെ പറഞ്ഞു പഠിക്കണം. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉറക്കെ സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറക്കെ സംസാരിക്കുക, അത് കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ പ്രാക്ടീസ് സെഷൻ ഉണ്ട്, റിപ്പീറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നല്ല സെറ്റാക്കി വെക്കുക. ഓക്കെ, സോ വിൽ ബി മീറ്റ് അഗെയിൻ. ഇറ്റ്സ് മീ, യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനേഷ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഫോർ നൗ.